കണക്കെഴുതി വെച്ചാൽ നഷ്ടമായിരിക്കും. പക്ഷെ ഇതിനകത്ത് കിട്ടുന്ന ലാഭം ഈ കാണുന്ന ഇതിന്റെ വളമാണ്. മൂത്രവും ചാണകവും കൂടെ ചേർന്ന് ഒരു കോമ്പിനേഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ കൂടുതൽ എല്ലാ വിളകൾക്കും അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നോക്കിയപ്പോ ഈ കുട്ടികളുണ്ട്, ഇതിനെ കാണുമ്പോൾ ഒരു മാനസിക അതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടൂല. നമ്മൾ എത്തിയിരിക്കുന്ന പെരുമ്പാവൂരിനടുത്ത് കീഴിലം എന്ന സ്ഥലത്ത് പരുത്തുവയലിൽ പൗലോസിന്റെ അടുത്താണ്. പൗലോസേട്ടാ നമസ്കാരം. അങ്ങൊരു വൻ വ്യവസായി ആയിരുന്നല്ലോ, അതെല്ലാം വിട്ട് ഇപ്പൊ പലതരത്തിലുള്ള കൃഷി രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഈ ആടുകളെ ഇങ്ങനെ വളർത്താൻ എത്ര കാലമായി? ഇത് ഞാൻ ശരിക്ക് 83-ലാ തുടങ്ങി, ഫാമായിട്ട് തുടങ്ങിയത്. 83-ല് അത് ഞാൻ തലശ്ശേരി ചെന്നിട്ട്, തലശ്ശേരി ആടാണ് നമ്മുടെ കേരളത്തിലെ ആദ്യം നല്ല ഏറ്റവും കറവ്. തലശ്ശേരി ചെന്ന് അന്ന് ഒരു അംബാസഡർ കാറായിരുന്നു, അതിൽ 4 എണ്ണത്തിനെ കയറ്റി കൊണ്ടുവന്നു. അങ്ങനെ അന്നാണ് തുടങ്ങിയത്. അതിന്റെയൊക്കെ പാരമ്പര്യമൊക്കെ ആയിട്ട് ഇതിനകത്തുണ്ട്, എല്ലാം കണക്റ്റഡാ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ജമുനാപാരി ഒരു ഒറിജിനൽ മുട്ടിനെ അന്ന് മേടിച്ചു. ഈ അതുമായിട്ട് ക്രോസ് ചെയ്തു. പിന്നെ കുട്ടികളുണ്ടായി. അന്ന് ഇങ്ങ് വന്നിട്ട് ഏറ്റവും കൂടുതൽ വന്ന് ഏതാണ്ട് 100 ചില്ലാനം ആട് വരെ വന്നു ഒരു സമയത്ത് വന്നു. അങ്ങനെ പിന്നെ അത് കുറച്ച് കൊണ്ടുവന്ന് കൂടുതൽ ഇങ്ങനെ കൂടും. പിന്നെ റബ്ബറൊക്കെ വരുമ്പോ റബ്ബറിന് വലിയ ശല്യം വന്നു, എന്റെ തൊലി അങ്ങനെ വരുമ്പോൾ കുറയ്ക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനെ അതുകൊണ്ട് പാരമ്പര്യമായിട്ട് പോന്നോണ്ടിരിക്കുക. ഇപ്പൊ എന്നിട്ട് അതിന് ശേഷം എനിക്ക് UP ആടിനെ കൊണ്ടുതരാനായിട്ട് ഒരു നമ്പർ കിട്ടി. ഇപ്പൊ ഈ കാണുന്ന ഇത് UP ഒറിജിനൽ, അത് ജമുനാപാരിക്ക് ചെവിനീളം ഉണ്ടായിരിക്കും, മൂക്ക് പൊങ്ങിയിരിക്കും, അടി വയറ് ഒട്ടിയതായിരിക്കും, വയറകത്തോട്ടിരിക്കും. കരോളി എന്ന് പറഞ്ഞാൽ അത് മലബാറി കരോളിയല്ലേ? അല്ല, മലബാറി കരോളിയാണല്ലോ. മലബാറി നിൽക്കണുണ്ടോ ഈ ചെറുത്? ഇതിങ്ങനെ മലബാറി. ഇതിൽ ഏറ്റവും നല്ലത് മലബാറി ക്രോസ്, ജമുനാപാരി മലബാറി ക്രോസ്. ജമുനാപാരി മലബാറി ക്രോസ് ആണ് ഏറ്റവും നല്ലത്. കറവയെടുക്കും, ഞങ്ങൾക്ക് ആവശ്യമുള്ള പാല് കറന്നെടുക്കും. പിന്നെ കുട്ടികൾ കുടിക്കും. ഞങ്ങള് രാവിലെയും വൈകിട്ടും ചായ കുടിക്കാനുള്ള മാത്രം കറന്നെടുക്കും. രാവിലെ തീറ്റ കൊടുക്കുന്ന ഒരു എന്നാന്ന് വെച്ചാല് എത്ര കൊടുക്കുന്നു ഒരു എല്ലാം കൂടെ കൂടി ഈ ഇതിപ്പോ ഒരു 10-40 എണ്ണം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നു. എല്ലാത്തിനും കൂടെ കൂടി ഒരു 10 കിലോ, അതായത് കടലപ്പിണ്ണാക്ക്, സോയാ തവിടിന്റെ അത് ബോളായിട്ടുള്ളതുണ്ട്, പിന്നെ മക്കച്ചോളം, അത് ഇത്രയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. പോഷകാഹാരമായിട്ട് കൊടുക്കും. പിന്നെ പുല്ലെന്ന് പറഞ്ഞ സംഭവം വൈകുന്നേരം അയച്ചു വിടും. പിന്നെ വൈകിട്ട് അവൻ ഒരു 3 കെട്ട് 4 കെട്ട് പുല്ല് അത് രാത്രി ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട്. വൈകിട്ട് ഇതേപോലെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കും. പ്ലാവിലൊക്കെ കൊടുക്കും. അതൊക്കെ ബുദ്ധിമുട്ടാണ്. പ്ലാവില് പുല്ല് ഇതേ കണ്ടോ, ഇപ്പൊ അവർക്ക് പുല്ലിന്റെ വലിയ ആവശ്യമൊന്നുമില്ല. പുല്ലുണ്ടായിരുന്ന ആവശ്യത്തിന്. അപ്പൊ എങ്ങനെ ഇനി ഇപ്പൊ ഏതാണ്ട് ഇന്നിപ്പോ കുറച്ച് നേരത്തെയാ, ഒരു 5 മണിക്ക് അയച്ചു വിട്ടാ 6:30 വിശക്കുവാണെങ്കിൽ വിട്ടുപോകും. 1 മണിക്കൂർ കൊണ്ട് തീറ്റിട്ട് കയറി വരും. പിന്നെ ഇപ്പൊ മഴ കോളുള്ളതുകൊണ്ടാ ഇങ്ങനെ നിൽക്കുന്നു. മഴക്കോളില്ലെങ്കിൽ ഇച്ചിരോടെ കഴിഞ്ഞാൽ തന്നെ ഇറങ്ങും. വീണ്ടും വലിയ വിശപ്പൊന്നുമില്ല. അവൻ കയറിപ്പോ അവർക്ക് മനസ്സിലായി അങ്ങോട്ട് കയറാനുണ്ട്, സമയമായിട്ടില്ല. ഈ ആട്ടിൻ കൂടെ ഒരു 10-12 അടി പൊക്കത്തിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം അതെ, 10 അടി ഉയരമുണ്ട് അതിനിപ്പോ. 10 അടി ഉയരത്തില്ല. ഈ ആടിന്റെ മൂത്രവും കാഷ്ടങ്ങളും ചെന്ന് അതിനകത്ത് ഈ അമോണിയ രൂപപ്പെടും. അമോണിയ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ദേഹത്ത് അടിച്ചാൽ ഈ രോമം കൊഴിയാൻ സാധ്യതയുണ്ട്. അസുഖങ്ങൾ ആറ്റൊഴിയൂല. നമുക്ക് കൂടെ കാണാം. ഈ ചുമല സീബ്ര അത് ഇതായിരുന്നു, ഇതിന്റെ പേരൻസ് ഇതായിരുന്നു, ബീറ്റിലായിരുന്നു. ബീറ്റിലിന്റെ ഒരു കുഞ്ഞാത്. ബീറ്റില് ഇപ്പൊ എത്ര ടൈപ്പ് ആടുകൾ ഇതിനകത്തുണ്ട്? ഇതിനകത്ത് 5 ടൈപ്പ് ഉണ്ട്. മലബാറി ഉണ്ട്, യമുനാപാരി ഉണ്ട്, കരോളി, ബീറ്റില്, പിന്നെ കരോളി ഈ ചുമന്ന ബീറ്റിലുണ്ട്. അതിനെന്താ പറയുന്നത് മറന്നുപോയി. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത് കറവയുള്ള എത്ര എണ്ണം ഉണ്ട്? ഇതിപ്പോ 4-6 എണ്ണത്തിന് കറവയുണ്ട്. അപ്പം പ്രഗ്നന്റ് ആയിരിക്കുന്നോ? പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു 8 എണ്ണോ 9 8. ഹരിയും കോന്നേടാ, എന്റെ പയ്യനാ. ഇവനെ 6ാമത്തെ വർഷം. ഇവൻ ജാർഖണ്ഡാ. അവൻ ആണ്ടിൽ ചിലപ്പോ 2 പ്രാവശ്യം വീട്ടിൽ പോകും, അല്ലെങ്കിൽ 1 പ്രാവശ്യം പോകും. ഈ അടുത്ത മാസം 20-ാം തീയതി പോകാൻ ഇരിക്കും. അവൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത്. അവനാണ് ഇതിന്റെ ഓൾ ഇൻ ഓൾ. കൃഷിയുടെ എല്ലാത്തിന്റെ ഒരു എന്താ പറയുന്നേ, നടത്തിപ്പുകാരനാ പുള്ളി. ഞാൻ വന്നിങ്ങനെ
കൊടുക്കും. ഉം. അവന് അത്ര ചെറുപ്പത്തിലെ ഇവിടെ വന്ന് ഇതില് ഈ ഇതിനെ ക്രോസ് ചെയ്യാനുള്ള മുട്ടനൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. മുട്ടനുണ്ട്. അത് 2 വർഷം കൂടുമ്പോൾ നമ്മൾ അതിപ്പോ തന്നാണ്ട് മാറിക്കൊണ്ടിരിക്കും. അല്ല 2 വർഷം 2 വർഷം കൂടുമ്പോൾ കീടങ്ങൾ രോഗങ്ങളുണ്ട്. ഇപ്പൊ അതിനിപ്പോ ഒരെണ്ണത്തിന് ഒരു ചുമയും ഒരു പനിയൊക്കെ തോന്നുന്നുണ്ട്. അതിനും മരുന്നുണ്ട്, എന്റെ അടുത്ത് മരുന്നുണ്ട്. മരുന്നെല്ലാം എനിക്ക് ഒരുവിധമൊക്കെ ഇഞ്ചക്ഷനൊക്കെ ഞാൻ തന്നെ എടുക്കും. പിന്നെ വേറെ എന്താ, പിന്നെ അവനും അറിയാം. അപ്പൊ അവനിപ്പോ ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ഹരിന്ന് അവന്റെ പേര്, ജാർഖണ്ഡാണ് നാട്. നമുക്ക് ഇതിൽ നിന്ന് ഈ നല്ലൊരു ഈൽഡ് കിട്ടുന്നുണ്ടോ? ഈൽഡ് കിട്ടുന്നതിന് ഏറ്റവും കൂടുതൽ ഈൽഡ് എന്ന് പറഞ്ഞാല് ഈ ചാണകമാണ്. ആട്ടും കാട്ട എന്റെ കൃഷിക്ക് വേണ്ടത് എല്ലാം ഔഷധമാണ്. അതെ, ആ ചാണകം. പിന്നെ ഒരാണ്ടില് ആവറേജ് ഒരു 1 ലക്ഷം രൂപയുടെ കുട്ടികളെ വിൽക്കും. ആവറേജ് അത് വലിയ ലാഭമൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെ അതിന് തീറ്റ കൊടുക്കണ്ടേ. ഇതെല്ലാം കടലപ്പിണ്ണാക്കൊക്കെ ഇപ്പൊ ഒരു കിലോയ്ക്ക് 63 രൂപ. 50 കിലോയ്ക്ക് 3200 രൂപ. കണക്കെഴുതി വെച്ചാൽ നഷ്ടമായിരിക്കും. പക്ഷെ ഇതിനകത്ത് കിട്ടുന്ന ലാഭം ഈ കാണുന്ന ഇതിന്റെ വളമാണ്. മൂത്രവും ചാണകവും കൂടെ ചേർന്ന് ഒരു കോമ്പിനേഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എല്ലാ വിളകൾക്കും അതിനേക്കാൾ കൂടുതലേ നിങ്ങൾ നോക്കിയപ്പോ ഈ കുട്ടികളുണ്ട്, ഇതിനെ കാണുമ്പോൾ ഒരു മാനസിക, അതാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടൂല. എല്ലാവർക്കും ഇതിന്റെ മണവും കാര്യങ്ങളൊന്നും ചിലപ്പോ ഇഷ്ടപ്പെടില്ല. എന്നെ സംബന്ധിച്ച് അന്യായ സ്നേഹമല്ലേ. അതെ, അന്യായ സ്നേഹം. ഇത് എവിടെ നിന്ന് വിളിച്ചാലേ, എവിടെ പോയാലും അന്നന്ന് ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൂട്ടി കയറാതെ പോയിട്ടുണ്ടോ? പോകൂല. എല്ലാ ദിവസവും വരും. ഒന്നൊന്നോ അവര് വരുമ്പോ സൗണ്ട് തിരിച്ചറിയാൻ പറ്റും. അവൻ വന്നപ്പോഴേ ആ കുട്ടികൾ നിലവിളിക്കണ കേട്ടില്ലേ, അതുപോലെ ഞാൻ വരുമ്പോഴാണെങ്കിലും വരും. പിന്നെ ഇതുങ്ങളെ പോയാൽ കുറച്ച് ഈ കാട് പിടിച്ച എന്നെ സ്ഥലമുണ്ട്. കാട് ഇതുങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കൂല, പേടി ഭയങ്കര. ഞങ്ങൾ ആരെങ്കിലും ഒരാള് ഒന്നുമല്ല, ചിലപ്പോ അവനായിരിക്കും മിക്കവാറും നിൽക്കണേ. പോരും. അവിടെ നിന്ന് കണ്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇത് തിന്റയുടെ ഇടയ്ക്ക് നമുക്കടെ സൗണ്ട്, ഞാൻ ചിലപ്പോ ഈ എന്റെ വചനം കേൾക്കാനായിട്ട് ചിലപ്പോ അവിടെ ഇരുന്നാൽ മതി. പിന്നെ വേറെ ശല്യത്തിനൊന്നും പോവില്ല. എന്നാലും നമ്മൾ നോക്കണം വല്ലവന്റെ കുടിക്കാത്ത. പിന്നെ ആടുകള് നിന്ന നിപ്പിൽ മറിഞ്ഞു പോകുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുവുണ്ട്. ഈ തലയിട്ട് ഇങ്ങനെ അടിച്ച് കാറി പോകുന്നുണ്ട്. വയറുവരിപ്പം പോലെ വരുന്നുണ്ട്. എന്നിട്ട് നേരം വിളക്കത്തിന് ചത്തി കിടക്കും. അപ്പൊ ഈ എന്തെങ്കിലും തീറ്റയുടെ അപാകതകൾ കൊണ്ട് എന്റെ അനുഭവത്തില് കഴിഞ്ഞ വർഷം എന്റെ 6 ആട് ഇതുപോലെ ചത്തുപോയി. വലിയ ആടുകൾ കുഞ്ഞുങ്ങള് 6 ചത്തു, കുഞ്ഞുങ്ങൾ 9 ചത്തു. അത് എനിക്ക് ഞാൻ ഇതിങ്ങനെ അപ്പൊ ഏകദേശം ഒരു 3 ലക്ഷം രൂപ അടുത്ത നഷ്ടം വന്നിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര. അവന് ഈ ഇതിനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 9, 6, 15 എണ്ണം ഒരു വർഷം കൊണ്ട് ചത്തു. മിക്കവാറും ഇപ്പൊ ഏതാണ്ട് മാസത്തിൽ ഒരെണ്ണം വെച്ച്. എന്നിട്ട് ഞാൻ എന്താന്ന് വെച്ചാല് ഈ തീറ്റ കൊടുക്കും. പോത്തുണ്ടായിരുന്നു. പോത്തിന് ഈ ഞങ്ങൾ ഈ കടകളിൽ നിന്ന് സെക്കൻഡ്സ് അരി മേടിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രോക്കറുണ്ട്. ഏതാണ്ട് ഒരു 15 രൂപ 13 രൂപയ്ക്ക് അരി ഇവിടെ കിട്ടുമായിരുന്നു, ഈ പൂത്ത അരിയൊക്കെ. അത് ഞങ്ങൾ വേവിച്ചാ കൊടുക്കുന്നെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ ഇതിന്റെ ഫംഗസ് മുഴുവൻ. പോത്തിന് കുഴപ്പമില്ലായിരുന്നു, അത് ഈ ആടിനും കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനിത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഈ നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് തവിട് അല്ലെങ്കിൽ പോളത്തവിട് എന്ന് പറയും, അതിലും ഉണ്ട് ഈ പൂപ്പില്. ഈ വക സാധനങ്ങളെല്ലാം നിർത്തി കഴിഞ്ഞ പിന്നെ ഈ വർഷം വയറിളകിയിട്ട് ഒരു കുഞ്ഞു മാത്രമേ ചത്തുപോയുള്ളൂ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഈ പൂപ്പലിൽ നിന്ന് വന്നിരിക്കുന്ന ഈ അരി, പൂത്ത അരി വേവിച്ചിട്ട് പോലും പൂപ്പല് മാറിയിട്ടില്ല. അപ്പൊ ആടിന് സ്വയമേ ഈ പൂപ്പല് ബാധ പറ്റിയല്ലോ. പറ്റില്ല. അപ്പൊ അത്രയും സൂക്ഷിച്ച് കൈത്തീറ്റ കൊടുക്കുമ്പോ കൈത്തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മള് പുല്ലല്ല അല്ലാതുള്ള കൊടുക്കുമ്പോ. പിന്നെ ഞാനിപ്പോ ഇതിന്റെയൊക്കെ ഇഞ്ചക്ഷൻ എനിക്കൊരു ഫ്രണ്ട് ഡോക്ടറുണ്ട്. ഡോക്ടറെ വിളിച്ച് എന്റെ സിംറ്റം പറഞ്ഞാൽ ഈ ഫോട്ടോ അയച്ചു കൊടുത്ത പുള്ളി എന്റെ മരുന്ന് പറയും. ഇഞ്ചക്ഷനൊക്കെ ഞാൻ തന്നെ എടുക്കും, വെയിലെടുക്കും. നല്ലൊരു കൃഷിക്കാരന് ഒരു ഡോക്ടർ ആയിരിക്കണം. അവൻ ലക്ഷണങ്ങൾ കണ്ടാൽ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ 67 വർഷമായിട്ട് അല്ല 47 വർഷമായിട്ടുള്ള ഫാമൊക്കെ 4-3-7 മാസം കൊണ്ട് അടച്ചു കെട്ടി പോവുള്ളൂ. അപ്പൊ തൊലിപ്പുറത്താണെങ്കിലും വെയിനിലാണെങ്കിലും അല്ലാത്ത മസിലാണെങ്കിലും ഇഞ്ചക്ഷനൊക്കെ ഞാൻ തന്നെ എടുക്കും. അതിന്റെയൊക്കെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. മരുന്നുള്ളൂ കണ്ടോ, മെഡിക്കൽ സ്റ്റോറിലുണ്ടോ? ഇതൊന്നും അല്ല ഉള്ളൂ, അത് ഹോമിയോ. അത് വേപ്പെണ്ണയായിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ എന്റെ അഴിച്ചുവിടുമ്പോ എന്റെ അകിടയിൽ ഈച്ച വന്നിരുന്നിട്ട് നിലത്ത് നിർത്തൂല, തുള്ളി ചാടിക്കൊണ്ടിരിക്കും. അപ്പൊ അഴിച്ചുവിടുന്നതിന് മുമ്പ് ആ അകിടയിലും അടിയിൽ എല്ലാ ദിവസവും ഒന്ന് തൂത്തുവിടും. നിങ്ങൾ ഇങ്ങനെ കളം തിരിച്ചിട്ടിരിക്കുന്ന അതെ, ഓരോ സെക്ഷനാണോ? അതെ, ഓരോ സെക്ഷൻ. ഇതെല്ലാം തള്ളയാടുകളാ കൂടുതൽ. ഇത് കറവയുള്ള സെറ്റുകളാ. അവരോ
അതും ആദ്യത്തെ പ്രസവത്തിന്റെ ചൊന നിറഞ്ഞു ചനപ്പുറത്തുണ്ട് ഗർഭിണികളുടെ വാർഡ്. ഇത് ഇടക്കുട്ടികൾ ഇത് തീരെ കുഞ്ഞുങ്ങളുടെ പിന്നെ പ്രസവ വാർഡ് അത് ആവശ്യാനുസരണം നമ്മള് ഉണ്ടാക്കും. ഇവിടെയാണ് രാത്രി പ്രസവത്തിനെ കെട്ടിക്കിട്ട് പോകുന്നത്. മിക്കവാറും അതിനകത്ത് തന്നെ അവിടെ പ്രസവിക്കും. ഈ ഇതിന്റെ പ്ലാസന്റ കഴിക്കാറില്ല. ഞാൻ പലപ്പോഴും ചിലപ്പോ നമ്മളങ്ങനെ എന്നാലും ഞാൻ ചേർത്ത് കിട്ടും. പ്ലാസന്റ ഒരു കാരണവശാലും കഴിക്കാറില്ല. പശുക്കള് തിന്നും. പശുക്കള് കഴിക്കും. പിന്നെ ഹൈജീനിക് ആയിട്ട് കൂട് വൃത്തിയായിട്ട് ഉപയോഗിക്കാം. അതെ, അത് ഇവന് രാവിലെ എയർ സർക്കുലേഷൻ കൊടുക്കുക. അതെ, ഇതിപ്പോ അതുണ്ടല്ലോ, നല്ല കാറ്റടി ഉണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ കൂടിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടിന്റെ അകത്ത് 8 അടി പൊക്കമുള്ളൂ. പക്ഷെ വേസ്റ്റ് കിടക്കുന്നതോട് 11 അടി താഴ്ച 12 അടി താഴ്ച. അപ്പൊ അവിടുന്ന് ഒരു കാരണവശാലും ഇതിന്റെ ഈ നൈട്രജന്റെ ഇത് വീണോ ഭയങ്കര നൈട്രജന്റെ സാധാരണ എല്ലാരും കൊണ്ടുപോയി 1 അടി പൊക്കി വെക്കും. അത് അവിടുന്ന് ഈ വളം കോരാതെ കിടന്നിട്ട് ആടുകൾ ഈ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ എന്നാളൊരു 50-60 ചാക്കോളം കോരി. ഇനിയിപ്പോ കാണും ഒരു 10-15 ചാക്ക് കാണും. കറന്ന് പാല് കൊടുക്കുന്നുണ്ടോ? പാല് കൊടുക്കാൻ ആവശ്യക്കാര് വളരെ കുറവാ. വരുവാണെങ്കിൽ കൊടുക്കും. അതൊരു കാര്യമായിട്ടൊന്നുമില്ല. അധികവും ഞങ്ങളിവിടെ എല്ലാവരും കഴിക്കുന്ന ആടിന്റെ പാല. ബാക്കിയുള്ള കുട്ടികൾ കുടിക്കും. പിന്നെ ഇത് നമ്മള് മാംസമായിട്ട് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, നമ്മളങ്ങോട്ട് പറ്റിയല്ല. ഇല്ല. അത് പിന്നെ ഒന്നാമത് എനിക്കൊന്നും ഈ ഇത്രയും വെയിറ്റൊക്കെ ആടുമാംസങ്ങളും കഴിക്കാറില്ല. വളരെ അപൂർവമായിട്ടൊക്കെ ഒരു നമ്മളങ്ങോട്ട് പറ്റിയല്ല. അതാണ് അതിന്റെ കാര്യം. നമ്മൾ വളർത്തിയിട്ട് സ്വന്തം മക്കളും അതാണ് സ്നേഹം. ഇതും പോത്തും ഇതും എരുമയും ഇത്ര സ്നേഹം. പശുവിനേക്കാളും എരുമയ്ക്കാണ്. ആടും പോത്തുമാണ് പറയുന്നത്. ആടിനെ വളർത്തി നമുക്കൊരു മൂല്യം ഉണ്ടാക്കാന്ന് ഓർക്കണ്ട. അതിന് കൊടുക്കാൻ തീറ്റ ഒരു ചിട്ടിപ്പൈസ ഇടുന്ന പറഞ്ഞാലേ. പക്ഷെ അതിനകത്ത് കിട്ടുന്ന കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ചേട്ടന്നാൽ പശുവിന്റെ ചാണക കഴിഞ്ഞ പിന്നെ ഏറ്റവും നല്ല എരുമ ചാണകമാണ്. അതിനേക്കാളും ഒരു ഇരട്ടി 50 ഇരട്ടി ഫലമുള്ളത് ആടിന്റെ മൂത്രം കൂടി ചാണകമാണ്. ആ ചാണകത്തിന്റെ അത് ഇട്ട് കൊടുത്തേട്ടാൽ ഏത് രോഗകീടങ്ങളും 2 വർഷമെങ്കിലും 3 വർഷം കൊണ്ട് അവനെ എഫക്റ്റ് ഉണ്ട്. അതാണ് ഇതിനകത്ത് ആട് കൃഷി കിട്ടുന്ന ലാഭം. ഇവര് തമ്മിൽ കിടന്ന് കുത്തുകൂടും. എന്നാലും ഒക്കെ അവര് ഇപ്പൊ ഒരു ഇതായി. ഇതിനൊരു നേതാവുണ്ട്. അതെ. ആ ചുമന്നതാ എല്ലാത്തിനും കുത്തും. അതിനെ ഒരു പുതിയ ആടിനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അതിനെ ഇടിച്ചിരുത്തി ഈ ആന നടയിൽ ഇടിച്ചിരുത്തി അതിന് പദമാക്കി അതിന് കീഴ്വഴക്കി അതിനെ അടിമയാക്കിയിരിക്കും. അല്ല ഏത് വലിയവൻ എന്നിട്ട് ഈ വരുന്നവനാകുന്ന വലിയവനാണെങ്കിൽ അവൻ ഇടിച്ചിടിക്കും. പിന്നെ ആനയുടെ ഒരു സ്വഭാവം ഇതിനകത്തുണ്ട്. ആടുകൾക്ക് ഗ്രൂപ്പായിട്ട് ഇവര് നടക്കുള്ളൂ. ആ ഗ്രൂപ്പിന് ഒരു നേതാവ് ഉണ്ടായിരിക്കും. അവന്റെ ടെറിട്ടറിയിലേക്ക് പുതിയ ഒരുത്തം വന്ന് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഇടിച്ചിരുത്തി ആനകളുടെ അതേ സ്വഭാവം ഈ വന്നവൻ ആളായിക്കൊണ്ട് പിന്നെ അവനാണ് ആ ഗ്രൂപ്പിന്റെ നേതാവ്. ഇല്ല അവൻ തോറ്റു പോവാന്നുണ്ടെങ്കിൽ പിന്നെ അവൻ അടിമയായി. പിന്നെ ജീവിതകാലം മറ്റവന്റെ കീഴിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്. ഞാൻ ഈ കൂട്ടി കണ്ടതില്ലേ, ഇങ്ങനെ ചേർത്തിട്ട് ഒരു അപാകതയില്ല ചേട്ടാ. കാരണം വെച്ചാൽ ഇതുങ്ങളെ ഈ ചെറുപ്രായത്തിൽ തന്നെ മതിയൊക്കെ കാണിച്ചാണ് നമുക്ക് അറിയാൻ പറ്റാതെ വരും. അപ്പൊ ഈ മുട്ടന്മാരിങ്ങനെ കൂട്ടത്തിനകത്ത് കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്നാലും ഞാനത് അങ്ങോട്ട് അംഗീകരിക്കാം. അത് ചിലപ്പോ ചിലത് ഒരു വർഷം ആവുന്നതിന് മുമ്പൊക്കെ ചൊന പിടിക്കും. അത് ചൊന പിടിക്കുന്നുണ്ട്. അതൊരു വലിയ അപാകതയാണ് കുഞ്ഞുങ്ങള്. രണ്ടാമത്തെ വേറെ കാര്യമുണ്ട്. എല്ലാ വർഷം എന്ന് പറഞ്ഞാൽ മുട്ടനെ മാറുമായിരിക്കും നല്ലത്. കാരണം ഒരു വർഷം കഴിഞ്ഞിരുന്നാൽ പിറ്റത്തെ വർഷത്തേക്ക് അല്ല 2-ാം വർഷം ആവൂല. ഞാൻ പറഞ്ഞേ ഒരു ആട് ഒരു വർഷം കഴിഞ്ഞാൽ ഇപ്പൊ കൊടുത്ത മുട്ടന്റെ കുഞ്ഞുങ്ങളാ. ഞാൻ എന്റെ പെങ്ങളെ വീട്ടിൽ ഇതുപോലെ തന്നെ കൃഷിയുണ്ട്. അവന് ഇതുപോലെ 2 ആടിനെ ഞങ്ങൾ രണ്ടുപേരും 2 ആടിനെ വാങ്ങിച്ചു. എന്നിട്ട് ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെയാ അതിനെ അങ്ങ് കൊണ്ടുപോയതിന്റെ കുഞ്ഞുങ്ങളപ്പ അവിടെ ചൊന പിടിച്ചു. അതിന്റെ പിന്നെ എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് വീണ്ടും പ്രസവിച്ച കുഞ്ഞുങ്ങളാകാൻ ഇതിനെ അങ്ങോട്ട് കൊടുത്തു, അതിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് ജയിച്ചു മുട്ടന്മാരെ. അതാണ് മുട്ടനെ മാറണം. ഒരു 2 വർഷത്തിൽ കൂടെ അല്ലെ ആട് 1.5-2 വർഷത്തിനുള്ളിൽ ആട് ഒരു 1.5 വർഷം ആയി കഴിയുമ്പോഴത്തേന് ആട് സൂപ്പറായിട്ട് ഗർഭിണിയാകാനുള്ള സ്വപ്നം കാണിക്കും. അപ്പൊ അപ്പനെന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിരിക്കും. അപ്പൊ അത് ഒഴിവാക്കുക നല്ലത്. പൗലോസേട്ടാ, എനിക്കുണ്ട്. ഇത്രയൊന്നും വലിപ്പമില്ലെങ്കിലും ഒരു 20-22 ആടിന്റെ ഒരു ഫാം എനിക്കുണ്ട്. നിങ്ങളുടെ ലാഭം ഉണ്ടായിട്ടല്ല, ഞാനീ പറഞ്ഞ പോലെ ഞാൻ വളർത്തുന്ന കൃഷി ആവശ്യങ്ങൾക്ക് തന്നെയാണ്. ഇതിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ കൊടുക്കും. ഞാനിപ്പോ ആവറേജ് ഇപ്പൊ ഒരു മാനാങ്കാണി വിലയാണോ അതോ തൂക്കമാണോ? അല്ല, അന്നേരം കാണുന്നതനുസരിച്ച് ഒരെണ്ണത്തിന് ഈ വില കാണുന്നതനുസരിച്ചുള്ള അവസരത്തിനുള്ള ഒരു വില 10 രൂപ. ഇപ്പൊ ആവക്കാടൊക്കെ നമ്മളെല്ലാം 10 രൂപ. ചിലത് 14 രൂപയുടെ ഉണ്ട്, 12 രൂപയുടെ ഉണ്ട്.
10 രൂപ താഴെ ഉള്ളതുണ്ട്. ഇത്രയും കാലത്തെ എന്റെ അത്ര എനിക്കതിന്റെ പകുതി കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ ആ. ആട് വളർത്തലുള്ളത്. ആ. അത് വെച്ച് നോക്കുമ്പം ഏതനമാണ് നമുക്ക് ഒരുവിധം എനിക്ക് ജമുനാപാരി മലബാറിയ മലബാറി ഇത് ക്രോസ് ആയിട്ടുള്ളതാണ് നമ്മുടെ അനുഭവങ്ങള്. ബാക്കിയുള്ള എല്ലാം ചുമ്മാ ഉണ്ട്, കാണാനൊക്കെ ഉണ്ട്, രോഗം കണ്ടോ എല്ലാത്തിനും ഉണ്ട്. ഇതിനും ഉണ്ട് രോഗം, പക്ഷെ അത് ക്രോസ് വരുന്നുണ്ട്. മലബാറി ഏറ്റവും നമ്മുടെ ജമുനാപാരി ഇതിന്റെ ഒറിജിനൽ അല്ല ക്രോസുകൾ. ഇപ്പൊ എല്ലാം ശരിക്കും പറയേണ്ടത് എല്ലാം ക്രോസാ. മലബാറി ക്രോസ്, ജമുനാപാരി ക്രോസ്, കരോളി ക്രോസ്, അങ്ങനെ ക്രോസ് വരുന്നതാണ് ഏറ്റവും നല്ലത്. ക്രോസ് വരുന്നതിൽ മലബാറി ജമുനാപാരിയുടെ ക്രോസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.